യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി കൊല്ലം ഈസ്റ്റ് സ്റ്റേഷന് മുന്നിലും പ്രതിഷേധ സദസ്സ് നടത്തി. ചൊവ്വല്ലൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടാണ് പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. ഇതിനു മുന്നോടിയായി റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടത്തിയ യോഗം KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതോടെ പോലീസ് സേനയിൽ നിന്നും ക്രിമിനലുകളെ ഒഴിവാക്കും. ക്രിമിനലുകൾക്ക് കേരള പോലീസിൽ സ്ഥാനമുണ്ടാകില്ല. പോലീസ് സേനയിൽ ശുദ്ധികലശം അത്യാവശ്യമാണെന്നും സാധാരണക്കാരന്റെ നികുതി പണം കൊണ്ടാണ് പോലീസുകാർക്ക് ശമ്പളം നൽകുന്നതെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു. പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് MLA-യുടെയും കേരളത്തിന്റെ ജനപ്രിയനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെയും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശ്രീ രമേശ് ചെന്നിത്തലയുടെയും അതുപോലെ തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തക സമിതി അംഗം ഇന്ത്യ മുന്നണിക്ക് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിജിയോടൊപ്പം നേതൃത്വം നൽകുന്ന ശ്രീ KC വേണുഗോപാൽ MP-യുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഈ വിഷയം ഏറ്റവും ഗൗരവമായി എടുത്തിരിക്കുകയാണ്. പോലീസിലെ ക്രിമിനലുകളെ വെച്ചു പറക്കുകയില്ല. കാലം സാക്ഷി, ചരിത്രം സാക്ഷി. ഇന്നേക്ക് 8 മാസം കഴിയുമ്പോൾ കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പ്രിയപ്പെട്ട നാട്ടുകാരുടെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വരും. ഒരിക്കൽ കൂടി പറയുന്നു, അമ്മച്ചിയാണ് സത്യം. ഈ പോലീസിലെ ക്രിമിനലുകളെ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്, എണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. നിയമം വഴി സ്ഥാപിതമായ ഇന്ത്യൻ ഭരണഘടനയെ തൊട്ട് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. ഈ പോലീസിലെ ശുദ്ധീകരണം നടത്തും. ക്രിമിനലുകൾക്ക് കേരള പോലീസിൽ സ്ഥാനമുണ്ടാകില്ല മോനെ. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഇനി ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലിട്ട് പാവങ്ങളെ ഇടിക്കാൻ വരുന്ന പോലീസുകാര് ഒരു നിമിഷം ഓർക്കണം, ചോദിക്കാൻ കോൺഗ്രസുകാരുണ്ട്. പൗരബോധമുള്ളവരുണ്ട്. ഈ ചേട്ടനെ പിടിച്ചുകൊണ്ട് അന്യായമായി ആക്രമിച്ചാൽ കോൺഗ്രസ് നോക്കി നിൽക്കില്ല. പാലത്തറ രാജീവ്, MM സഞ്ജീവ് കുമാർ, കുരുവിള ജോസഫ്, അൻസാർ അസീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.